വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ പരീക്ഷയൊക്കെ വരാൻ പോവാണ് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പഠിച്ചാലോ. അപ്പൊ ചോദ്യമാണ് നമ്മൾ ഇതാ കാണാൻ പോകുന്നത്. അപ്പൊ ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്തിനാ? ഇതൊരു പട്ടമാണ് അല്ലെ. അപ്പൊ ഈ പട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. എന്താ ചോദ്യം എന്നറിയോ? നോക്കിയേ, പട്ടത്തിന്റെ കാഴ്ചകൾ ചിത്രം നോക്കി എഴുതൂ. കാര്യം എന്താണ്? നമ്മുടെ പട്ടത്തിന്റെ പ്രത്യേകത എന്താ? പട്ടം ഇങ്ങനെ പറന്ന് 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 ആകാശത്തേക്കല്ലേ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ആളല്ലേ. അപ്പൊ അത് ഒരുപാട് കാഴ്ചകളൊക്കെ കാണൂലേ. ആ കാഴ്ചകളാണ് ഇതാ ഇവിടെ ചിത്രങ്ങളായിട്ട് കൊടുത്തത്. അപ്പൊ ആ ചിത്രത്തിന്റെ താഴെ പട്ടം കണ്ട കാഴ്ച നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് എല്ലാവരും എഴുതി നോക്കുവോ? ഇതാ ആദ്യം കാണുന്ന ചിത്രം എന്തിന്റെ ആണെന്നൊന്ന് എഴുതി നോക്കിക്കേ. എന്തിന്റെ? അത് നമുക്കറിയാം, സൂര്യനാണ് അല്ലെ. അപ്പൊ നമ്മളിതാ ഇതിന്റെ താഴെ ഇപ്പൊ ചോദ്യ പേപ്പറിലൊക്കെ ആണെങ്കിൽ ആ പേപ്പറിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് ഒക്കെ തരും. ആ ബോക്സിൽ എഴുതിയാൽ മതി സൂര്യൻ അല്ലെ. അടുത്ത ചിത്രം നോക്കിയേ, ഇതും പട്ടം കാണാൻ സാധ്യതയുള്ളൊരു കാഴ്ചയല്ലേ. കാര്യം മുകളിൽ കൂടെ പറക്കുമ്പോൾ ഇഷ്ടംപോലെ മരങ്ങൾ കാണും അല്ലേ. അപ്പൊ മിസ് ഇവിടെ എഴുതി മരം അല്ലെ. സൂര്യനെ കാണുന്നുണ്ട്, മരം കാണുന്നുണ്ട്. അതുപോലെ അതാ അടുത്ത് നോക്കിയേ, നിങ്ങൾ പട്ടത്തെ പോലെ പറക്കുന്ന ആൾക്കാരാണ് പറവകൾ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം പറവ അല്ലെങ്കിൽ പറവകൾ അല്ലെ. അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പട്ടത്തിന് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ഇനി അടുത്തത് നോക്കിയാൽ നിങ്ങൾ, ഇതെന്താ സംഭവം? മേഘമുണ്ട്, മേഘത്തിൽ നിന്ന് മഴ പെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കിവിടെ എഴുതാം മഴ. ഈ വാക്കുകളിലൊക്കെ പ്രത്യേകത എന്താ? മഴ ആയിക്കോട്ടെ, പറവ ആയിക്കോട്ടെ, മരം ആയിക്കോട്ടെ, സൂര്യൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ട വാക്കുകളാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഇനി അടുത്തൊരു ചോദ്യത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് തൂവലുകള്, കൃത്യമായിട്ട് പക്ഷിയുടെ തൂവലുകള് വരച്ച് യോജിപ്പിക്കാൻ പറയും. അതും നമുക്ക് ഈസി ആണ് അല്ലെ. ആദ്യം കാണുന്ന പക്ഷി ഏതാ? മയിലല്ലേ. അപ്പൊ മയിലിന്റെ തൂവല് നമുക്കറിയാം, നമ്മുടെ മയിൽ പീലി ഇതാ ഈ കാണുന്നതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? വരച്ച് ചേർത്തു. അടുത്തത് കാക്കയല്ലേ. ദേ കറുത്ത തൂവലായിരിക്കും അല്ലേ ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരച്ച് ചേർത്തു. ഇനിയുള്ളത് തത്തമ്മയാണ്. നോക്കിയേ നിങ്ങൾ, ഇത് മാത്രമാണ് ഇവിടെ പച്ചത്തൂവല്. അപ്പൊ അത് നമ്മുടെ തത്തമ്മയ്ക്ക് കൊടുക്കാം അല്ലെ. തത്തമ്മയുടെ തൂവലാണത്. ഇനി താഴെ അല്ലെ ഒരേ ഒരു തൂവലേ ബാക്കിയുള്ളൂ, ഒരു വെളുത്ത തൂവലാണ്. അപ്പൊ ഇവിടെ വെള്ള കളറിൽ നിൽക്കുന്നത് ആരാ? വെള്ള നിറത്തിൽ നിൽക്കുന്ന പക്ഷി ഇവിടെ പ്രാവല്ലേ. അപ്പൊ പ്രാവിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് ചോദിക്കുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക. ഇന്റഗ്രേഷൻ നമുക്ക് സൂപ്പർ ആക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.